SNDP വന്ന് തിരിച്ചു പോവുക. ആ നമ്മുടെ പ്രൂഫ് 7/6 ഇന്ന് മാർച്ച് 18. ഓക്കെ, തിരിച്ചു പോവാണ് ഞാൻ. SNDP വന്ന് തിരിച്ചു പോവാണ്. കേരളം ആണ് ഇവിടെ എൻ്റെ വീട്. SNDPയുടെ കിഴക്ക് ഇതാണ് 323 SNDP 323 നമ്പർ SNDP ആണ്. അപ്പം അതാണ് SNDP. നമ്മുടെ വീട്ടിലെത്തി. നമ്മൾ പൂട്ടുവാണ്. ആരും ഇനി കയറത്തില്ല. ഓക്കെ, നമ്മളിവിടെ എത്തി. ഓക്കേ, ഇതെന്തിനമ്മേ വലിച്ചു തുറക്കുന്നത്? അമ്മ പിന്നല്ലയോ? അമ്മ കുളിച്ചോ? എന്തെടുക്കുമായിരുന്നു? എന്തെടുക്കാൻ പോവാ അമ്മ? ഇവിടെ ഒന്നും ഇല്ലല്ലോ എടുക്കാൻ. ബ്ലൗസ് ഉണ്ടോ? ബ്ലൗസ് എടുക്കണോ? ഞാൻ ശീലമാമൻ്റെ അടുക്ക പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാമ ഇങ്ങനെ നമ്മളിവിടെ വന്നപ്പം സ്വാമി ഇങ്ങനെ അത് പറഞ്ഞു, നിന്നോട് നിന്റെ എന്നൊക്കെ വിളിച്ചാൽ സംസാരിച്ചത്. നിന്റെ എന്നൊക്കെ വിളിച്ചാൽ സംസാരിച്ചത്. അങ്ങനെ വിളിക്കേണ്ട കാര്യം, എനിക്ക് പേരുണ്ടല്ലോ മാമ എന്ന് പറഞ്ഞു. അതുപോലെ പിന്നെ ഞാൻ പറഞ്ഞിങ്ങനെ എന്താ പുതിയ കഥയാണ്. എൻ്റെ അമ്മ, ഞാൻ പറഞ്ഞല്ലോ മാമനോട്. അതൊക്കെ പറഞ്ഞ ഞാൻ പറഞ്ഞതുപോലെ പുതിയ കഥയാണ് എൻ്റെ. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒന്നും എനിക്ക് വിൽക്കേണ്ട കാര്യമില്ല, കല്ലാരിമംഗലത്തെ വിൽക്കേണ്ടതുള്ളൂ. ഇപ്പം പുതിയ കഥയാണ്. എൻ്റെ അമ്മ സ്നേഹക്കൂടുതൽ കാണാം അവൾക്ക് എഴുതി കൊടുത്തെന്ന് 19-20 സെന്റ് സ്ഥലം പ്രീതയ്ക്ക് എഴുതി കൊടുത്തെന്ന്. പുതിയ കഥയെന്ന്. ആ ഇങ്ങനെയൊക്കെയാ കഥകള്. അന്നേരം ഇങ്ങനെയൊക്കെയാ കഥകൾ ഉണ്ടാക്കുന്നത്. ഇപ്പം എന്ന് വെച്ചാൽ വസ്തു ഇനി ഇത് വിൽക്കേണ്ടി വരത്തില്ലല്ലോ. വിൽക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ, നാട്ടുകാരെല്ലാം കേൾക്കത്തന്നെ. അപ്പൊ ഇനി ഇത് ഇങ്ങനെ ചുമ്മാ ജോലിയില്ലാത്തവര് പറയുന്ന. എന്നോട് പറഞ്ഞത് അതൊക്കെ എനിക്കറിയാം. അമ്മ ഇങ്ങനെ അവർക്ക് സ്നേഹക്കൂടുതൽ അമ്മമാര് ഒക്കെ ഇപ്പം ഇപ്പോഴത്തെ രക്ഷകർത്താക്കള് ഒരാളിനോട് ആ സ്നേഹം അവർക്ക് അങ്ങ് കൊടുക്കുക എല്ലാം എന്നൊക്കെയാണ്. അങ്ങനെ ഞാൻ പറയത്തില്ല, അതുകൊണ്ടല്ലോ. ഇങ്ങനെ ദൈവത്രാസത്തി ഇതൊക്കെയാ കഥ. ഞാനിങ്ങനെ കള്ളം പറയുന്നത് എന്തിന്? ഞാനിതിൽ അമ്മയെ പരീക്ഷിക്കുന്നു. എന്നൊക്കെയാ കഥകള്. നീ എന്നെ പരീക്ഷിക്കാതെ ഞാനിതിനെ പരീക്ഷിക്കണ്ട. ഞാനെന്തിനാ പരീക്ഷിക്കുന്നത്? എനിക്കറിയാം അപ്പുറത്തെ പരീക്ഷ കൊണ്ട് നിനക്ക് എന്നെ വിശ്വാസമില്ല. അത് നീ എന്നെ പരീക്ഷിക്കുക. അല്ല കൊള്ളാം, നീ അതൊന്നും നിന്റെ വേലയൊക്കെ എനിക്കറിയാം. നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കരുത് കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. മേലാലും ഇങ്ങനത്തെ പരീക്ഷ കൊണ്ട് നിങ്ങൾ വന്നിക്കരുത്. ഏതമയാണ് എന്നോട് ഇങ്ങനെ പറയാന്? ഏതമയാ പറയാൻ പറയടി എന്നോട്. എന്നോട് എനിക്കെല്ലാത്തിൽ ആരാ കഥ ഉണ്ടാക്കുന്നതെന്ന്? നിന്നോട് പറഞ്ഞതാരാ? അതൊക്കെ എനിക്കറിയാം. എനിക്കറിയാം. എന്നെന്തുകൊണ്ടാ പറയാത്തെ? എനിക്ക് മെസ്സേജസ് വരും ഇങ്ങനെ ആ അമ്മമാരെല്ലാം അങ്ങ് കൊടുക്കും, ഒരു മക്കൾക്കായിട്ട് അങ്ങ് കൊടുക്കുക ഇതാണെന്ന്. എനിക്കിങ്ങനെ ഫോണിൽ മെസ്സേജ് വന്നതാ. അതൊക്കെ ഉണ്ട്.
അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ആരുടെ മെസ്സേജാ വന്നതെന്ന്. എന്തോ അമ്മമാരല്ല ഇപ്പോൾ ഒരാളെ മാത്രമാണ്, ഒരാൾക്ക് മാത്രമായിട്ട് എല്ലാം അങ്ങ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങ് മെസ്സേജുകളായിരുന്നു ഈ ഇടയ്ക്കെല്ലാം. എന്നായിരുന്നു മെസ്സേജ് വന്നത്? ഒരു 3-4 ദിവസം കൊണ്ട് ഈ മെസ്സേജാ. ഞാൻ ഈ ഇവിടെ വന്ന് പിന്നെ ഇപ്പോഴാ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ എന്തോ നമ്മളിത് വിൽക്കത്തില്ലെന്ന്, അതിനൊക്കെ ശേഷം ഇപ്പോഴാ ഈ മെസ്സേജ്. 2-3 ദിവസം കഴിഞ്ഞപ്പോഴേ ഈ 3-4 ദിവസം ആയതുള്ളൂ ഇപ്പം പുതിയ മെസ്സേജ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ SNDP-കാരുടെ അന്നേരമൊന്നും ഇതൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴേ ഈ ഇടയ്ക്കാ. ഇന്ന് തീയതി 18 മാർച്ച്. ഞാനെന്തിനാ പരീക്ഷിക്കുന്നത്? നമുക്ക് അറിയാം ഇത് അല്ലേലും എഴുതി കൊടുക്കും, സെറ്റിൽമെന്റ് ഡീഡാ കൊടുക്കാമായിരുന്നു. ഇതിങ്ങനെ പലതും നോക്കുക. അല്ല അമ്മ അല്ല ഞാൻ പറയട്ടെ, പണ്ടേ ഇവൻ പറഞ്ഞത് എന്തുവാ, ഇവൻ വിളിച്ച് പറയുന്നത് വസ്തു എഴുതി വെച്ച് അവനെ വസ്തു എഴുതി വെച്ചെന്ന് പറഞ്ഞത് ഉള്ളതാണോ അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇവിടെ കയറി എന്തോ എൻ്റെ പ്രമാണം കിട്ടാഞ്ഞപ്പോൾ എൻ്റെ പാസ്പോർട്ട് എടുത്തോണ്ട് പോയ കഥകളൊക്കെ നിങ്ങൾക്കും അറിയാമല്ലോ. പാസ്പോർട്ട് ഇവിടെ കയറി എടുത്തോണ്ട് പോയില്ലായിരുന്നോ അവൻ? പാസ്പോർട്ട് അജേഷിനെ എടുപ്പിച്ചില്ലായിരുന്നോ? അതാ ഇവനാ എടുപ്പിച്ചത്. എല്ലാവരും ആരാ എടുപ്പിച്ചത്? ഇവന്മാരാ എടുപ്പിക്കുന്നത് പാസ്പോർട്ട്.